ഇതാണോ ഫേഷ്യൽ എന്ന് ചോദിക്കരുത്. ഫേഷ്യൽ ഡിഫറെൻ്റ് ആണ്, അതിൽ കുറച്ചും കൂടി സ്റ്റെപ്സ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. ഒരു ചെറിയ പരിപാടി. 3 മാസത്തിലൊരിക്കൽ ത്രെഡ് ചെയ്യുന്നത് അത്ര വലിയ ബ്യൂട്ടീഷ്യനൊന്നും അല്ല അല്ലേ. എൻ്റെ പോയതിനു ശേഷം ഇതുവരെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അവസാനത്തെ ലീവ് കഴിഞ്ഞ് പോയതിനു ശേഷം. അപ്പോൾ വിചാരിച്ചു എന്തായാലും വീട്ടിൽ വന്നൊരു 3-4 ദിവസം, 3 ഒരാഴ്ച വീട്ടിൽ ഇരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വന്നു, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി. ഒരാഴ്ച വെറുതെ വീട്ടിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു. ഇന്ന് ശനിയാഴ്ചയായി. അപ്പോൾ ശരി, ഇന്ന് പുറത്ത് പോവാം, ത്രെഡ് ചെയ്യാം, ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണം, അങ്ങനത്തെ ചെറിയ പരിപാടി. പിന്നെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ. അപ്പുറത്തെ സൈഡ് റബ്ബർ ആയതുകൊണ്ട് തന്നെ ഇതാണ് അവരുടെ മെയിൻ സ്പോട്ട്. എൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള ബാൽക്കണി. ഇടയ്ക്കിടയ്ക്ക് മയിൽപ്പീലിയൊക്കെ കിട്ടാറുണ്ട് ഈ കൊഴിഞ്ഞിടുന്ന സമയമാകുമ്പോഴത്തേക്ക്. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്, കണ്ടില്ലേ. വീടിൻ്റെ അവിടെ അവിടെ ആക്കിയിട്ടൊക്കെ ഉണ്ട്. റൂമിൻ്റെ കോലം കണ്ടാലും പേടിക്കണ്ട. ഞാൻ ഇൻഡോർ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെയാണ്. ഇതൊന്നും അടുക്കി വെക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം ഞാൻ പകൽ ഫുൾ എൻ്റെ അമ്മയുടെ വീട്ടിലായിരിക്കും, അമ്മയുടെ വീട്ടിലായിരിക്കും. രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയും പപ്പടവും. കാണാൻ പറ്റില്ലേ, നല്ല തീറ്റാണ് ഇപ്പം. കോറസ് തുടങ്ങി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ബ്യൂട്ടീഷ്യൻ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, പക്ഷെ വൺസ് ഇൻ എ വൈൽ ത്രെഡ് ചെയ്യുന്നത് കൊണ്ടും മുഖം ഒന്ന് തേച്ചൊരച്ച് കഴുകുന്നത് കൊണ്ടും അതൊരു തെറ്റൊന്നും അല്ല അല്ലേ. അപ്പോൾ ചായയൊക്കെ കുടിച്ച്, അല്ല പുട്ടും കടലയൊക്കെ കയറ്റി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്ത്, ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേയോ അങ്ങനെ എന്തോ ആയിരുന്നു. അതെ, എന്തൊക്കെയൊക്കെയോ ന്യൂസ് കേട്ടായിരുന്നു, അങ്ങനെ അറിഞ്ഞതാണ്. അല്ലാണ്ട് ലോകവിവരമൊന്നും എനിക്ക് തീരെ അടുത്തൂടെ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ട് വരാം. ഞാൻ ഒരിടത്തും പോവില്ലടേ വലുതായിട്ട്. ശരി ശരി ചേടാ, ഒരു വണ്ടി കടം ചോദിക്കുന്നതിന് എന്തൊക്കെ. എനിക്ക് സ്വന്തമായി 2 വീലർ ഇല്ലാത്തത് കൊണ്ടും അമ്മയെ ഓഫീസിലാക്കി ആ 2 വീലർ കൊണ്ട് വേണം ഞാൻ പോകാൻ. അപ്പം അതിൻ്റെ ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റൈഡ് ഇട്ട് പോകാൻ പാടില്ല, ചാർജ് നിൽക്കില്ല, അങ്ങനെയൊക്കെ. ശരി, നമ്മളൊരാളുടെ സാധനം മേടിക്കുമ്പോഴത്തേക്ക് അവരുടെ കണ്ടീഷനൊക്കെ നമ്മൾ മാനിക്കണമല്ലോ. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയും കൊണ്ട് പോവുകയാണ്. അല്ല, അമ്മ എന്നെയും കൊണ്ട് പോവുകയാണ്. അമ്മയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ആ വണ്ടിയും കൊണ്ട് എനിക്ക് കറങ്ങാൻ പോകാൻ. എന്നിട്ട് വൈകിട്ട് തിരിച്ച് വീണ്ടും അമ്മയെ വിളിക്കാൻ ഞാൻ ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ ഒരു 10 to 5 ആണ് എനിക്ക് കിട്ടിയ സമയം. അങ്ങനെ നാട്ടിൻപുറത്തെന്തേ കറക്റ്റ് നമ്മുടെ കവടിയാർ സിറ്റിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, 14 വർഷം ഞാൻ പഠിച്ച നിർമ്മല ഭവൻ എന്ന് പറഞ്ഞ സ്കൂള് ഇതിൻ്റെ അടുത്താണ്. ഇതാണ് കവടിയാർ കൊട്ടാരം. സോ കവടിയാർ എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു പ്ലേസാണ്. ഫീൽസ് ലൈക്ക് ഹോം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കവടിയാർ. അവിടെ പഠിച്ച എല്ലാവർക്കും ആ ഒരു ഇമോഷൻ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ നേരെ ബ്യൂട്ടി പാർലറിൽ വന്നു. എൻ്റെ റിലേറ്റീവിൻ്റെ പാർലറാണ്. അപ്പോൾ അവിടെ നിന്ന് ആദ്യമേ ത്രെഡൊക്കെ ചെയ്ത് അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ചെറിയൊരു ക്ലീനപ്പ്, ജസ്റ്റ് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടൊരു മാസ്ക് ഇട്ടു. അപ്പോൾ അതൊക്കെ ഇട്ട് കുറേ നേരം എന്നെ ഉണക്കാൻ വെച്ചു. അതൊക്കെ തന്നെയാണ്. പിന്നെ മുഖമൊക്കെ കഴുകി എടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി മേനയൊക്കെ വന്ന്
എന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് മുന്നേ ഒരു 3 മാസം ഒക്കെ കണ്ണാടി നോക്കാനേ താല്പര്യമില്ലായിരുന്നു. കാരണം നോക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ തന്നെയാണോ എന്നൊരു തോട്ട്. ഒന്നാമത് അവിടെ നിന്നിട്ട് മെലിഞ്ഞു ഉണങ്ങി ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ ത്രെഡും ചെയ്യുന്നില്ല, മുഖമൊക്കെ ആകെ വികൃതമായിട്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒരു ക്ലീനപ്പൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ത്രെഡ് ചെയ്തു, ക്ലീൻ ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ ലൈക്ക് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല കേട്ടോ. ക്ലീനപ്പ് ചെയ്തു, ഫേഷ്യലല്ല, ഒന്ന് ക്ലൻസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ജസ്റ്റ് ഡീറ്റൻ മാസ്ക് ഒക്കെ ഇട്ട് അത്രയില്ല. ജസ്റ്റ് ക്ലൻസ് ചെയ്തു, സ്ക്രബ് ചെയ്തു, ഒരു മാസ്ക് ഇട്ടു, നല്ലൊരു ഫേഷ്യൽ മസാജൊക്കെ കഴിഞ്ഞു. ഒരു മെനവെച്ചെന്ന് തോന്നണം. ഒരുങ്ങി വരുമ്പോൾ സെറ്റപ്പ്. ഇനി ജസ്റ്റ് ഒന്ന് മുടി ട്രിം ചെയ്യണം. കൊലുപോലായി 3-4 മാസമായി മുടി വെട്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യണം, പോകണം. അത്രയും ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ. പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. റിലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് റിലേറ്റീവ് കം എൻ്റെ നഴ്സറി ടീച്ചറാണ്. ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി. ആൻറ്റിക്ക് കാല് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ കയറി. തൊട്ടടുത്ത് തന്നെയായിരുന്നു പാർലറിൻ്റെ. അങ്ങനെ കയറി അവിടെ ചെന്നപ്പോൾ എനിക്ക് മിൽക്ക് ബിക്കീസ് കിട്ടി, എൻ്റെ ഫേവറേറ്റ് കണ്ണും മൂക്കും ബിസ്ക്കറ്റ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കത്തിയൊക്കെ അടിച്ചിരുന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ചെറുതൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമല്ലോ. എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ സ്വർണ്ണു. ആൻഡ് ബൈ ദ വേ ഞാൻ തുടങ്ങി ഓൺ വൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പീച്ച് ഉള്ളത് കൊണ്ടും പീച്ചിൻ്റെ കഴുത്തിൽ മണി കെട്ടിക്കുന്നത് കൊണ്ടും ആണ് ഈ കിണീണി സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പിന്നെ ഞാൻ ഇറങ്ങി അമ്മയുടെ ഓഫീസിലേക്ക് പോയി അമ്മയെ വിളിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിനെ കണ്ടു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ കാണിച്ചതാണ് സ്വർണ്ണു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കൊളീഗിൻ്റെ ഇളയ മോളാണ്. ഞാനൊരു +1 ആയപ്പോഴാണ് അവൾ ജനിച്ചത്. അപ്പോൾ അവൾ ജനിച്ച സമയത്ത് ഞാൻ എപ്പോഴും പോവും. എനിക്ക് ഭയങ്കര കണക്ഷനാണ് അവളായിട്ട്. എൻ്റെ കുടുംബത്തിൽ അത്രയും കുഞ്ഞ് കസിൻ ഞാൻ വലുതായതിനു ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 24-25 വയസ്സ് ഡിഫറൻസുള്ള അനിയന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് ഇത്ര കൊച്ച് വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവളായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. പക്ഷെ അവൾക്ക് ഈ ഇടയായിട്ട് ഇച്ചിരി ജാട കൂടിയോ എന്നൊരു ഡൗട്ട്. 2ാം ക്ലാസ്സിലായതിൻ്റെ ചെറിയൊരു പവറും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ നേരം അമ്മയുടെ ഓഫീസിലെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചു. കാരണം എന്നെ കുഞ്ഞിലെ മുതൽ ഈ സ്വർണ്ണുവിൻ്റെ പ്രായം തൊട്ട് എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയൊക്കെയാണ് ഞാൻ. സോസേ കഴിക്കാൻ പാടില്ല. അപ്പം നീ പച്ചയ്ക്ക് കഴിക്കുന്നത് എന്തിനാണ്? സോസ് ഇസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അറിയോ? പിന്നെ എന്തിനാണ് കഴിക്കുന്നത്? സോസ് അമ്മയുടെ വീട്ടിലുണ്ടാക്കി തരാൻ പറ, ടൊമാറ്റോ വെച്ച്. ടിക്ടോക്ക് ഒന്നും ചെയ്യാനില്ല. എന്ത് മിന്നില്ലാത്തോണ്ട. പിന്നെ ഞാനും അമ്മയും കൂടെ ഓഫീസിൽ നിന്ന് 5 മണിയൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കം കസൻ ആയ അപ്പു എന്നെ വഴി വെച്ച് കിട്ടുന്നത്. പിന്നെ അവനെയും കൂടി ഒരു ചായയൊക്കെ അടിച്ച് ഒരു കടിയൊക്കെ കടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പാവം കുട്ടി ഇച്ചിരി ഷൈയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും അമ്മയും കൂടി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത സീസൺ ഓഫ് ഉത്സവത്തിൻ്റെ തിരുവാതിര പ്രാക്ടീസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എന്നെ കൂടെ കൂട്ടി ഞാനും കൂടെ ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം തന്നെ 5-6 മണിയായി. തിരുവാതിര ഡാൻസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞിട്ട് തളർന്നിരിക്കുന്ന കുറച്ച് വീഡിയോസാണ് കിട്ടിയത്. ഓക്കെ, ഫൈനലി വീട്ടിലെത്തി. ചായയൊക്കെ കുടിച്ചു. നേരെ തിരുവാതിര പ്രാക്ടീസിന് പോയി. അമ്മമാരുടെ തിരുവാതിര ഗ്രൂപ്പിന് ഞാനും ഇന്ന് ഒഫീഷ്യലി ജോയിൻ ചെയ്തു. അങ്ങനെ പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്ന് ഇനി കുളിക്കണം.
ടയർഡായി. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. somewhat hectic day after so long. അപ്പോൾ ബൈ.